അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ ഈ വീഡിയോ എപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന അറിയില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തിരുവോണത്തിൻ്റെ അന്നാണ്. അതുകൊണ്ടാണ് ഹാപ്പി ഓണം എന്ന് പറഞ്ഞത്. അപ്പോൾ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഓണം ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ അതൊരു ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് എൻ്റെ വീട്ടിൽ. കാരണം എല്ലാവരും അവരവരെ വീട്ടിലാണ് എൻ്റെ ബന്ധുക്കളൊക്കെ ഓണം ആഘോഷിക്കാറുള്ളത്. ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിൽ എൻ്റെ വീടാണ് തറവാട്. അപ്പോൾ തറവാട്ടിലാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം കുറേ നാളുകൾ കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴായാലും കാണാമല്ലോ. അങ്ങനെ ഷോർട്സാണ് ഞാൻ കുറേ നാളായിട്ട് ഇട്ടിരുന്നത്. ലോങ് വീഡിയോ ഇടാനായിട്ട് എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ ഓണാഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുക്കളെല്ലാവരും വരും. അപ്പച്ചൻ്റെ പെങ്ങന്മാർ, അവരെ മക്കൾ, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഓണാഘോഷിക്കാം. അതൊരു രസമാണല്ലോ അങ്ങനെ. അപ്പോൾ എന്തോ ഞാൻ വിട്ടുപോയല്ലോ പറയാനായിട്ട്. ഞാൻ ഈ ഒരു ഇൻട്രോ ഒക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി എങ്ങനെയാണ് പറയാമെന്നുള്ളത്. കാരണം കുറേ നാളായി ഞാൻ പറഞ്ഞില്ല ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് ഇൻട്രോ പറഞ്ഞിരുന്നതെന്നുള്ള സത്യത്തിൽ ഞാൻ മറന്നുപോയി. ഇതിപ്പോൾ ലാഗ് അടുപ്പിച്ചോന്ന് എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ വഴിയേ കാണാം. അതായത് ഓണസദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തർ ഓരോ വിഭവം ഉണ്ടാക്കി കൊണ്ടുവരും. അങ്ങനെയാണ് എല്ലാവരും കൂടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓണാഘോഷിക്കാൻ പോകുന്നത്. അതൊരു രസമില്ല. അതായത് എല്ലാവരും ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിൽ ചോറും സാമ്പാറും അങ്ങനെയൊക്കെ. ബാക്കി ഇങ്ങനെ ഓരോരുത്തർ ഓരോ ഐറ്റംസ് ഇങ്ങനെ സദ്യയുടെ ഓരോ ഐറ്റംസ് കൊണ്ടുവരും. അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ വഴിയെ ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ, ഓരോന്നൊക്കെ ആയിട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഞാനപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കുറേ ആൾക്കാരൊക്കെ വരുന്നില്ല. അപ്പോൾ ഒന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാമെന്ന് വിചാരിച്ചു അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ അതൊക്കെയാണ് പരിപാടി. നമ്മൾ നോർമൽ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ചെയ്യുകയാണ് കേട്ടോ. അവർ പള്ളിയിൽ പോയേക്കാണ്. അപ്പോൾ ഞാനും അമ്പൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്പൂസ് എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ എണീറ്റിട്ട് സാധാരണ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേക്കാറുള്ളത് ഇവിടെ. അപ്പോൾ തിരുവോണമൊക്കെ ആയതുകൊണ്ടും പിന്നെ കുറേ ആൾക്കാർ വരുന്നത് കൊണ്ടും ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും അവർ പള്ളിയിൽ നിന്ന് എത്തും കേട്ടോ. അങ്ങനെ ഹലോ, ഞാനപ്പോൾ പൂ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൂക്കളിടാനായിട്ട് ഇവിടെ ആരുമില്ല. അവരൊക്കെ പള്ളിയിൽ പോയേക്കാണ്. അവർ വരുമ്പോഴത്തേനും ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഇവിടെ ഒന്ന് അടിച്ചു വരാൻ അങ്ങനത്തെ ചെറിയ മുതുക്കലൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നലെയാണ് നമ്മൾ സാമ്പാറൊക്കെ ഇന്നലെയാണ് വെച്ച് വെച്ചത്. അന്ന് എല്ലാത്തിനും കൂടി ടൈം കിട്ടില്ല. ഇന്ന് സൺഡേ ആയ കാരണം അവർക്ക് പള്ളിയിൽ പോകും. അപ്പം അത് കാരണം എന്താ പറയുക, എല്ലാത്തിനും ടൈം കിട്ടില്ല. അപ്പം ഇന്നലെ നമ്മൾ സാമ്പാറൊക്കെ വെച്ചു. അപ്പം അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വേണ്ട. അമ്മയുടെ സാമ്പാർ വയ്ക്കണം. സാമ്പാറിൻ്റെ ഫുൾ വീഡിയോ അല്ല, കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് പോയി കണ്ടിട്ട് പോയാൽ ഓക്കെ. എന്തെടുക്കാൻ പോകും? ഞാന് അരച്ചു വരാണ്. ഞാൻ പൂക്കള് അറിയാണ്ട് പോയി. അപ്പൊ ഞാൻ ഇത് അരച്ചു വരാണ്. ഇതെടുക്കാൻ പോകുന്നു. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല. ഇത് ഞാൻ എടുത്തത്.
ഓണം ഇതൊക്കെ ഇട്ട് വന്നാ നിങ്ങള് ഇവിടെ ചായ വേണ്ട നോ ചായ. അത് നമ്മുടെ വീട്ടിലെത്തിയ ഞാൻ പറയും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് എത്തുന്ന ഒരു പായസ ഇത് അടിപൊളിയാണ്. അതെ ടച്ച് ഉണ്ട് മമ്മിക്ക്. ഇത് നമ്മുടെ ശർക്കര രണ്ടും നല്ലതാണ് കേട്ടോ. ഇത് പഴം ബനാന റോസ്റ്റ്, ഇത് ബനാന റോസ്റ്റ്. അത് നന്നായിട്ടുണ്ട്. ഞങ്ങളുടെ പൂക്കളം. ഇതിലും സിമ്പിളായതിൻ്റെ ഒരു പൂക്കളില്ല. ഗൂഗിളിൽ തന്നെ ഇതിലും ചെറിയൊരു പൂക്കളില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പൂക്കളം തന്നെ ഫിക്സ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ.
വേറെ സ്ഥലമില്ല അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് പാട്ടാ? നല്ല പാട്ടാക്കിട്ടാ അടിച്ചു പൊളിച്ച് വെക്കാൻ പറ്റിയ പാട്ട് വെക്കേ. ആരും ഇപ്പൊ പാട്ട് വെക്കാൻ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ പിൻവിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത ഹലോ. അപ്പോൾ നമ്മളുടെ ഓണാഘോഷ പരിപാടിയൊക്കെ കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നില്ലേ? എൻ്റെ ലൈഫിൽ ഇതേപോലത്തെ ഒരു ഓണാഘോഷം ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സായിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഭയങ്കര സന്തോഷത്തിലാണ്.
അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അപ്പോൾ എന്താ പറയുക, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പാക്കലാം. ബൈ.